ഹായ്. അപ്പം നമ്മൾ കുറേ കാലമായി കണ്ടിട്ട് ഇന്ന് ഞാൻ പഴയ പോലെ ഒരു പുസ്തകമായിട്ടാണ് വന്നിരിക്കുന്നത്. മോർഗൻ ഹൗസലിൻ്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക്. ഇത് ആക്ച്വലി പൈസയെക്കുറിച്ച് മാത്രമല്ല, ലൈഫിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും പറയുന്ന ഒരു പുസ്തകമാണ്. ഇപ്പം പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ, ക്യാഷിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ബാക്കിയുള്ള എല്ലാ ഏരിയാസിലും നമുക്കൊരു ഡിസിപ്ലിൻ വരും. കാരണം എല്ലാ കാര്യങ്ങൾക്കും ക്യാഷ് വേണം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പൈസേൻ്റെ കാര്യത്തിലൊരു ഡിസിപ്ലിൻ ഉള്ളത് നല്ലതാണ്. അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അത് ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചും ഈ പുസ്തകം സംവദിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റൂം ഫോർ എറർ, അതായത് നമ്മുടെ ഒരു പ്ലാൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലാൻ വേണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന നല്ലൊരു പുസ്തകമാണ് ഈ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത്. നിങ്ങൾ കുറേ പേര് വിദ്യാർത്ഥികളായിരിക്കും, ഇപ്പം അടുത്തത് ജോലി കയറാൻ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിയിലുള്ളവരായിരിക്കും. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് മോർഗൻ ഹൗസലിൻ്റെ ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അരവിന്ദ് സ്വാമിയൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ സൈക്കോളജി ഓഫ് മണിയെക്കുറിച്ച്. താങ്ക് യു.